എന്റെ കുട്ടികൾക്കും പിന്നെ എന്റെ അച്ഛനും അമ്മയ്ക്കും. ഞാനില്ലെങ്കിൽ ഇവരുടെ ഇനിയുള്ള ജീവിതം അത് ഓർക്കുമ്പോഴുള്ള സങ്കടം എനിക്കുള്ളൂ. അതൊക്കെ ഓർത്ത് മനസ്സ് വിഷമിപ്പിക്കേണ്ട സമയമല്ലേ ഇത്. ഈശ്വരൻ നമ്മളെ കൈവിടില്ല വിഷ്ണു. ഇതുപോലെ എത്ര പ്രാർത്ഥനകൾ ഈശ്വരൻ കേൾക്കുന്നുണ്ടാവും. ഇനിയിപ്പോ വിധി എനിക്കെതിരാണെങ്കിൽ ഈശ്വരന് ഇനിയിപ്പോ നമ്മുടെ പ്രാർത്ഥനയൊക്കെ കേൾക്കാൻ കഴിയാതെ. അങ്ങനെയൊന്നും പറയല്ലേ വിഷ്ണു. അങ്ങനെയൊന്നും സംഭവിക്കണമെന്നല്ല. ഇനിയിപ്പോ സംഭവിച്ചു പോയ, അതായത് ഇപ്പൊ ഓപ്പറേഷൻ സക്സസ് ആയില്ലെങ്കിൽ ഒരു കാരണവശാലും എന്റെ മരണവിവരം ശാലിനെ വീട്ടുകാരെ അറിയരുത്. ഞാൻ ഈ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടെന്ന് കരുതി സമാധാനത്തോടെ അവർ ജീവിച്ചോട്ടെ. വേണമെങ്കിൽ താൻ എന്നെ കുറ്റപ്പെടുത്തിയിട്ടേ 2 വഴക്ക് വേണമെങ്കിൽ ശാലിനോട് പറഞ്ഞു. പിന്നെ ഇതൊന്നും യാതൊരു കാരണവശാലും ശാലിനി അറിയരുത്. ഞാനങ്ങനെ മരിച്ച അതവൾക്ക് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ടാ. പിന്നെ എനിക്കൊരു അപേക്ഷയുണ്ട്, ഒരാഗ്രഹ. ഞാനെങ്ങാനും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നല്ലേ, ബോധം വന്ന് കണ്ണോർക്കുമ്പോഴേ അപ്പൊ എന്റെ ശാലിനി എനിക്കൊന്ന് കാണണം. എന്റെ അമ്മേനെയും എന്റെ അച്ഛനെ എനിക്ക് കാണണം. എന്റെ മക്കളെ എനിക്ക് കാണണം. ഓപ്പറേഷൻ തിയേറ്ററിൽ എന്റെ ബോധം പോകുന്നവരെ എന്റെ മനസ്സിൽ എന്റെ കുടുംബാംഗങ്ങളുടെ ഈ ചിത്രം ഉണ്ടായിരിക്കും. ഓപ്പറേഷൻ സമയത്ത് ആ ഒരു ചിത്രം കാണാനുള്ള പ്രാർത്ഥനയിലായിരിക്കും. ഇനി എങ്ങാനും ഞാൻ മരിച്ച എന്റെ ചിതാഭസ്മം പാപനാശിനി കൊണ്ട് ഒഴുക്കണം. എന്ത് പറയും? 5 പേർക്ക് അവയവദാനം നൽകി പുതുജീവൻ നൽകിക്കൊണ്ട് വിഷ്ണു പോയത്. വിഷ്ണു കൊടുത്ത ജീവനും കാഴ്ചയും എല്ലാമായി ആ 5 പേരും ഈ ലോകത്ത് പല കോണിൽ ജീവിക്കുന്നുണ്ടെന്ന് പറയാം. ഇവിടെ ഒരു കുടുംബം നഷ്ടപ്പെടുമ്പോ 5 കുടുംബങ്ങൾക്ക് ആശ്രയമായി വിഷ്ണു 5 കുടുംബങ്ങളുടെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് ജീവിച്ച് കാണിക്കുന്നുണ്ടെന്ന് പറയണം. അത്തരം മഹത്തായ ഒരു കാര്യത്തിന് തിരി തെളിയിച്ചിട്ടാണ് വിഷ്ണു ഈ ലോകം വിട്ടുപോയിരിക്കുന്നത്. മറ്റൊരാൾക്ക് ജീവനോ കാഴ്ചയോ പകർന്ന് നമ്മുടെ അവയവങ്ങൾ ആയുസ്സിനപ്പുറത്തേക്ക് ജീവിക്കുന്ന അനശ്വരതയാണ് അവയവദാനം. വിഷ്ണുവിന്റെ ആത്മാവിന് ഈ 5 കുടുംബങ്ങളുടെയും പ്രാർത്ഥനയുണ്ടാവും. ആ പ്രാർത്ഥന മതി വിഷ്ണുവിന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്ക്. വിഷ്ണുവിന് ജീവിക്കാൻ പോകുന്നതും ഈ 5 പേരിലൂടെ ആയിരിക്കും. വിഷ്ണു, നീ ഇതുകൊണ്ട് എന്താണ് നേടിയത്? ഒരനാഥ പ്രേതം പോലെ കർമ്മങ്ങളൊന്നും ചെയ്യാതെ എന്തിനാടാ നീ ഇങ്ങനൊരു സത്യം എന്നെ കൊണ്ട് ചെയ്യിച്ചത്? ഇതെന്നല്ലെങ്കിൽ നാളെ നിന്റെ വീട്ടുകാരറിയും. അന്ന് കുട്ടികളെ കൊണ്ടുപോലും ബലി ഇടിപ്പിക്കാതെ നിന്റെ ശവസംസ്കാര ചടങ്ങ് നടത്തിയതിന് ഞാൻ കുറ്റക്കാരിയാകും. നീയും ഞാനും
ചിന്തിക്കുന്നത് പോലെ ആയിരിക്കില്ലടാ നിന്റെ ഭാര്യ ശാലിനി ചിന്തിക്കുന്നത്. അതുപോലെ ആയിരിക്കില്ല നിന്റെ അച്ഛനും അമ്മയും ചിന്തിക്കുന്നത്. എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഇതിനെല്ലാം സമാധാനം പറയേണ്ടി വരും. ഇതിനാണോടാ വിഷ്ണു നമ്മൾ തമ്മിൽ വീണ്ടും കണ്ടുമുട്ടിയത്? നീ സ്നേഹം കൊണ്ട് എന്നെ തോൽപ്പിച്ചു. ഇപ്പം നൊമ്പരം തന്ന് നീ എന്നെ ഇല്ലാതാക്കുകയും ചെയ്തു. ഒടുവില് അവന്റെ ചിതാഭസ്മം ആചാരവിധി പ്രകാരം പാപനാശിനിയിൽ ഒഴുക്കാൻ പോവായിരുന്നു. കൂട്ടുകാരന് വേണ്ടി ജീവിക്കായിരുന്നു ഞാൻ. അല്ലാതെ കൂട്ടുകാരന്റെ ജീവിതം തകർക്കാൻ വേണ്ടി വന്നതല്ല ഞാൻ. അയ്യോ മേഡം, മേഡം വെള്ളം ശാലിനി, ശാലിനി. ശാലിനി, ശാലിനി എണീക്ക്. ശാലിനി.